2025 ഏഷ്യാകപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യക്ക് ലഭിക്കേണ്ട കിരീടം ഇതുവരെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നൽകിയിട്ടില്ല. ഈ കിരീടം ദുബായിൽ പൂട്ടിവെച്ചിരിക്കുകയാണ് പാക് ആഭ്യന്തരമന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായ മൊഹ്സിൻ നഖ്വി. താൻ അറിയാതെ ആരും കപ്പിൽ തൊട്ടുപോകരുതെന്നാണ് നഖ്വിയുടെ ഭീഷണി. നിയമപരമായി ഇന്ത്യക്ക് കൈമാറേണ്ട കപ്പ് ഇനിയും എത്ര നാൾ പൂട്ടിവെക്കാൻ നഖ്വിക്ക് കഴിയും? പുതിയ പ്രസ്താവന കൂടി പുറത്തു വന്നതോടെ നഖ്വിക്കെതിരെ ക്രിക്കറ്റ് ആരാധകരുടെ രോഷം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് കപ്പ് നൽകുക എന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഉത്തരവാദിത്തമാണ്. നഖ്വിയെ പോലൊരു വ്യക്തി ഏകാധിപത്യ മനോഭാവത്തോടു കൂടി പെരുമാറുന്നത് ശരിയായ കാര്യമല്ല. നഖ്വിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ല എന്നത് ഇന്ത്യൻ ടീമിന്റെ നിലപാടായിരുന്നു. ടൂർണമെന്റിൽ ഉടനീളം ഒരു സംഘാടകനെ പോലെയല്ല നഖ്വി പെരുമാറിയത്. പലപ്പോഴും ഇന്ത്യക്കെതിരെ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തി നഖ്വി രംഗത്ത് വന്നു. പാക് താരങ്ങൾ പ്രകോപനപരമായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വലിയ പിന്തുണയാണ് നഖ്വി നൽകിയത്. ഇത്തരം ഒരു വ്യക്തിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കില്ല എന്നത് ശക്തമായ നിലപാട് തന്നെയാണ്. UAE ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാനിൽ നിന്ന് കപ്പ് സ്വീകരിക്കാമെന്ന് ഇന്ത്യ ACCയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കപ്പുമായി കടന്നു കളയുകയാണ് മൊഹ്സിൻ നഖ്വി ചെയ്തത്. തന്റെ അനുമതിയില്ലാതെ കപ്പിൽ തുടരുതെന്ന് തോറ്റ ടീമിന്റെ ബോർഡ് ചെയർമാൻ തിട്ടൂരമിറക്കുമ്പോൾ BCCI വെറുതെ ഇരിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതിന്റെ വ്യക്തമായ സൂചന നൽകുന്ന പ്രതികരണമാണ് BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ നടത്തിയിരിക്കുന്നത്. ഏഷ്യാകപ്പ് കിരീടം മൊഹ്സിൻ നഖ്വിയുടെ സ്വകാര്യ സ്വത്തല്ലെന്നാണ് സൈക്കിയ തുറന്നടിച്ചത്. ഇന്ത്യ കപ്പടിച്ച ടീം മാത്രമല്ല, ടൂർണമെന്റിന്റെ ഔദ്യോഗിക ആതിഥേയർ കൂടിയായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇനി കപ്പ് തിരികെ വാങ്ങുക എന്നത് മാത്രമല്ല BCCI ലക്ഷ്യമിടുന്നത്. നഖ്വിയുടെ ക്രിക്കറ്റ് പദവികൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാനാണ് BCCIയുടെ തീരുമാനം. നവംബറിൽ നടക്കാനിരിക്കുന്ന ICC ബോർഡ് മീറ്റിംഗിൽ ഈ വിഷയം BCCI ഗൗരവമായി തന്നെ ഉന്നയിക്കും. നഖ്വിക്കെതിരെ നടപടിയും ആവശ്യപ്പെടും. ICC ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നഖ്വിയെ നീക്കാനുള്ള പ്രമേയം അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ പ്രമേയം നടപ്പിലാക്കാൻ 2/3 ഭൂരിപക്ഷം ആവശ്യമായി വരും. നിലവിൽ ICC ചെയർമാൻ സ്ഥാനം ഇന്ത്യക്കാണ് എന്നതിനാൽ ഇന്ത്യക്ക് ബോർഡിൽ സ്വാധീനമുണ്ട്. അതോടൊപ്പം ACC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നഖ്വിയെ നീക്കം ചെയ്യാനുള്ള ശ്രമവും BCCI നടത്തും. നഖ്വിയെ മാറ്റാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് നീക്കം. നഖ്വിയെ സംബന്ധിച്ചുള്ള പ്രശ്നം ട്രോഫിയുമായി ബന്ധപ്പെട്ട് മാത്രം തുടങ്ങിയതല്ല. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി, PCB ചെയർമാൻ, ACC അധ്യക്ഷൻ എന്നീ 3 പ്രധാനപ്പെട്ട റോളുകളാണ് നഖ്വി വഹിക്കുന്നത്. ഇതിനെതിരെ പാക് ക്രിക്കറ്റിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പദവിയിലിരിക്കുന്ന ആൾ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിരിക്കുന്നത് നല്ല കാര്യമല്ലെന്ന് ഷുഹൈബ് അക്തർ ഉൾപ്പെടെയുള്ള മുൻ പാക് താരങ്ങൾ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ക്രിക്കറ്റിന്റെ തലപ്പത്ത് ക്രിക്കറ്റുമായി ബന്ധമുള്ള ആരെങ്കിലും ഇരിക്കട്ടെ എന്ന് മറ്റു മുൻ പാക് താരങ്ങളും പറഞ്ഞിരുന്നു. പാക് ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിക്കുന്ന ആളായതിനാൽ ഏഷ്യാകപ്പ് സമയത്ത് പക്ഷപാതമില്ലാതെ ACC ചെയർമാൻ സ്ഥാനം വഹിക്കാൻ നഖ്വിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ നഖ്വിയുടെ ഈ പിടിവാശി പാക് ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം നാണം കെടുത്തുന്നതാണ്. ഫൈനലിൽ ഉൾപ്പെടെ 3 തവണ ഇന്ത്യയോട് പരാജയപ്പെട്ട ടീമിന്റെ ബോർഡ് ചെയർമാനാണ് ജയിച്ച ടീമിന് കപ്പ് നൽകാതെ അത് പൂട്ടിയിട്ടിരിക്കുന്നത്. നവംബറിൽ ICC ബോർഡ് മീറ്റിംഗിൽ മൊഹ്സിൻ നഖ്വി എന്ത് മറുപടി നൽകുമെന്ന കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ്.